നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്നെത്തി നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. വികസന മുരടിപ്പാണ് ഇവിടെയെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ് വസ്തുതകൾ എന്നറിഞ്ഞു വരാം നാട്ടുവണ്ടി ഒരു വോട്ട് യാത്രയിലൂടെ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന നിരവധിയായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിറകിൽ ഇപ്പോൾ കാണുന്നത് ഇത് കാർഡിയോളജി വിഭാഗത്തിനായി പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബഹുനില കെട്ടിടമാണ്. ഇത് മാത്രമല്ല, കേവലം കടലാസിൽ ഒതുക്കുകയോ വാക്കാൽ പറഞ്ഞു തീർക്കുകയോ മാത്രമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. വികസനം അത് ജനങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലാണ് ജനോപകാരപ്രദമാകുന്നത്, ആ രീതിയിലാണ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അതിനെപ്പറ്റി അത് നല്ലതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല നേഴ്സുമാരും നല്ല ഡോക്ടർമാരൊക്കെയാണ് കാര്യമായിട്ട് നല്ല പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്ന് നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തരും. നല്ലതാ, നല്ല ചികിത്സയാണ്. എല്ലാം ഇവിടെ വന്ന ആ രക്ഷപ്പെട്ടത്. തലയ്ക്ക് 4 ജീവനുണ്ട്, അവർ രക്ഷപ്പെട്ടു. നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ്. പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ, ആധുനിക സംവിധാനങ്ങളെല്ലാം കൂടി മെഡിക്കൽ കോളേജിൽ നല്ല രീതിയിൽ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഡോക്ടർമാരാണെങ്കിലും സൗമ്യത്തിലുള്ള സംസാരം, രോഗികളോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും കുഴപ്പമില്ല. സിസ്റ്റർമാരാണെങ്കിലും എല്ലാവരും അതുപോലെ തന്നെ. പിന്നെ കൂടുതൽ പറയാനുള്ളത് പൊതുച്ചതിനെ കുറിച്ചാണ്. ഇതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ലൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ, ഒരു അലമ്പോ ഒരു ബഹളോ ഒന്നും കൂടാതെ തന്നെ, ഒരു അടിയോ വഴക്കൊന്നും ഇല്ലാതെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. DYFIയുടെ നല്ലൊരു പ്രവർത്തനമാണിത്. നന്ദിയുണ്ട്. പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് പറയുകയാണെങ്കിലും ഹാപ്പിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നല്ല വികസനമാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ നല്ല രീതിക്കുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിസിൻ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഒരു 99% മെഡിസിനും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ചികിത്സാ സൗകര്യങ്ങൾ കുഴപ്പമില്ല. ഡോക്ടേഴ്സും നല്ല രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജായിട്ടാണ് ഞാൻ കാണുന്നത്. ആളുകളൊക്കെ പറയുന്നു സർക്കാർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. ചുമ്മാ പറയുന്നല്ലേ. ഇതിൽ കൂടുതലൊക്കെ എന്നെ ചെയ്യണം. ഞങ്ങൾക്ക് സമ്മതം. ഞങ്ങൾക്ക് ഇന്ന് വരെ ഞങ്ങളൊരു 10-25 കൊല്ലമായി ഇവിടെ വന്ന് ചികിത്സ തുടങ്ങിയിട്ട്. ഞങ്ങൾക്കൊന്നിനും ഒരു കുഴപ്പം വന്നിട്ടില്ല. പെൻഷനൊക്കെ കിട്ടി. ഇന്നലെ പെൻഷൻ എടുത്തിട്ടാണ് വന്നത്. വോട്ട് അവർക്കാ വോട്ട് ചെയ്യുന്നേ നമ്മൾ. അതന്നെ ഉള്ളു ജീവിതം. കോട്ടയം മെഡിക്കൽ സൂപ്പർ. ഇവിടെ കോട്ടയം നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ആയുസൊരു ശകലം കിടപ്പുണ്ട്, അവർ തിരിച്ച് നമുക്ക് തന്നുവിടും. യാത്രാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഇപ്പം വെച്ചിരിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളും മനുഷ്യർക്ക് പ്രയോജനപ്പെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഒരു ഹോസ്പിറ്റലാണ് മാറിയിരിക്കുന്നത്. പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നു, പുതിയ ടെക്നോളജി എല്ലാം വരുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഈ മെഡിക്കലിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കിഫ്ബി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഈ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഓരോന്നും. ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സ തേടിയെത്തുന്ന, ഏറ്റവും കൂടുതൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്ന, വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കുതിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടരുകയാണ്.